Hey guys, welcome back to NEET Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പാർട്ട് കാണുന്നതിന് മുമ്പ് തിയറിയൊക്കെ പഠിച്ച ശേഷം കാണാൻ ശ്രമിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അത് മാത്രമല്ല ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുൻപുള്ള പാർട്സ് കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാണ്. സോ ഈ ഒരു ചോദ്യം നോക്കാം. A gas is compressed isothermally to half its initial value. Isothermally compress ചെയ്യുന്നു. Same gas is compressed separately through an adiabatic process until its volume is reduced to half. ഈ ഒരു ചോദ്യം പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാനത്തെ ക്വസ്റ്റ്യൻ ചെറിയൊരു കാര്യം എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു ഭാഗത്തിൽ കറക്റ്റ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് പാർട്ടിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയായിരുന്നു ഇപ്പൊ നമ്മളിത് ഗ്രാഫ് വരയ്ക്കുന്നത്? ഇതൊരു PV ഗ്രാഫ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ അഡയാബാറ്റിക് പ്രോസസ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഐസോതെർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കംപ്രഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഗ്രാഫ് വരച്ചത് അവിടെ ഐസോബാറും ഐസോകോറും തിരിച്ചാ വരച്ചു കേട്ടോ. ഐസോബാറും ഐസോകോറും തിരിച്ചാണ് വരച്ച്. ഇതാണ് നമ്മുടെ ഐസോബാർ, ഇതാണ് നമ്മുടെ ഐസോബാർ ഗ്രാഫ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ ഐസോബാർ എന്ന് പറഞ്ഞ് ഇങ്ങനെയാ വരച്ചത്, തെറ്റാ. സോ ദിസ് ഈസ് അവർ ഐസോബാർ. ഓക്കെ, ഇത് ഐസോതെർമല്, അഡയാബാറ്റിക്. ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. കംപ്രഷൻ ആണെങ്കിൽ. എക്സ്പാൻഷൻ ആണെങ്കിൽ എങ്ങനെ എഴുതുന്നു? ഇതിൽ എക്സ്പാൻഷൻ ആണെങ്കിൽ ഇങ്ങനെയാ വരിക ഗ്രാഫ്. ഇത് ഐസോബാർ, ഇത് ഐസോതെർമൽ, അഡയാബാറ്റിക്. ഐസോതെർമലിന്റെ അടുത്താണ് ഐസോബാർ വരുന്നത് ആലോചിച്ചാൽ മതി. ഓക്കെ, ഐസോതെർമലിന്റെ അടുത്താണ് ഐസോബാർ വരുന്നത്. ഇനി ഒരു ചോദ്യം നോക്കാം. അപ്പൊ രണ്ട് ഗ്യാസ് രണ്ടും വോള്യൂം പകുതിയായി കംപ്രസ് ചെയ്തു. ഓക്കെ, ഒരെണ്ണം ഐസോതെർമലും മറ്റേത് അഡയാബാറ്റിക്കും ആണെങ്കിൽ വർക്ക് ഡൺ ഏതിനായിരിക്കും മാക്സിമം? നിങ്ങൾ നോക്കി, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏരിയ അണ്ടർ ദി ഗ്രാഫ് വിൽ ഗിവ് വർക്ക് ഡൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമ്മുടെ PV ഡയഗ്രാം, ഇത് ഇത് അഡയാബാറ്റിക്കും ഇത് ഐസോതെർമലും ആണെങ്കിൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഗിവ്സ് എന്താണ് പറഞ്ഞത്? ഏരിയ അണ്ടർ ദി ഗ്രാഫ് വർക്ക് ഡൺ എന്നാ പറഞ്ഞത്. അവിടെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആർക്കാ മാക്സിമം വരുന്നത്? അഡയാബാറ്റിക്കിനല്ല ഏരിയ മാക്സിമം വരുന്നത്. അഡയാബാറ്റിക്കിനല്ല ഏരിയ മാക്സിമം വരുന്നത്. അപ്പൊ വർക്ക് ഡൺ എവിടെയായിരിക്കും കൂടുതൽ? അഡയാബാറ്റിക്കിനായിരിക്കും. ഐസോതെർമലിനേക്കാളും അഡയാബാറ്റിക്കിനായിരിക്കും വർക്ക് ഡൺ കൂടുതൽ. കംപ്രസിംഗ് എ ഗ്യാസ് ത്രൂ അഡയാബാറ്റിക് റിക്വയർ മോർ വർക്ക് ടു ബി ഡൺ. ഓപ്ഷൻ ഡി ആണ്. നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം. ഇപ്പൊ 2015 സിമിലർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കി, ഐഡന്റിക്കൽ ഗ്യാസ് കംപ്രസ്ഡ് ടു ഹാഫ് ഇറ്റ്സ് ഇനിഷ്യൽ വോളിയം, വിച്ച് പ്രോസസ് റിക്വയർ മാക്സിമം വർക്ക്? അതേ ചോദ്യം തന്നെയല്ലേ? ഏതാണ്? അഡയാബാറ്റിക്. ഗ്രാഫ് ഏറ്റവും കൂടുതൽ മാക്സിമം ഏരിയ അണ്ടർ ദി ഗ്രാഫ് വരുന്നത് അഡയാബാറ്റിക്കിനായിരിക്കും. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ഇനി 2016 ചോദിച്ച ഈ ഒരു ചോദ്യം നോക്കി. അതിനു മുമ്പ് നമ്മൾ PV റേസ് ടു N ഈക്വൽ ടു കോൺസ്റ്റന്റ്, ഇങ്ങനെയുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിട്രോപിക് പ്രോസസ്. ജസ്റ്റ് ലൈക്ക് അഡയാബാറ്റിക് പ്രോസസ്, നമ്മൾ ഇതിനെ പോളിട്രോപിക് പ്രോസസ് എന്ന് വിളിക്കും. ഇതിന്റെ ഹീറ്റ് കപ്പാസിറ്റി CN ആണെങ്കിൽ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി CN ആണെങ്കിൽ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, CV + R/1 - N. അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഒരു പോളിട്രോപിക് പ്രോസസ്സിന്റെ സ്പെസിഫിക് ഹീറ്റ് നമ്മൾ അതിനെ പോളിട്രോപിക് സ്പെസിഫിക് ഹീറ്റ് എന്ന് വിളിക്കും. പോളിട്രോപിക് സ്പെസിഫിക് ഹീറ്റ് ഈക്വൽ ടു CV + R/1 - N ആണ്. ഇവിടെ നോക്കിയേ, 1 മോൾ എന്ന് പറയുന്നുണ്ട്, മോണോ അറ്റോമിക് ഗ്യാസ് എന്ന് പറയുന്നുണ്ട്. ഡിസ്ക്രൈബ്ഡ് ബൈ ദി ഇക്വേഷൻ N ഈക്വൽ ടു 3 ആണ് അല്ലെ? N ന്റെ വാല്യൂ 3 ആണ്. ഹീറ്റ് കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? CV + R/1 - N. ഈ CV എന്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ മോണോറ്റോമിക് എന്ന് പറയുന്നത്. മോണോറ്റോമിക്കിന്റെ CV എത്രയാ? 3/2 R ആണ് അല്ലെ? മോണോറ്റോമിക്കിന്റെ CV 3/2 R ആണ്. പ്ലസ് R/1 - 3 എന്ന് വരും.
So 3r by 2 plus r by minus 2 എന്ന് വരും. You will get 3r minus r whole divided by 2 എന്ന് വരും അല്ലേ? You will get r. 3r minus r എന്ന് വെച്ചാൽ 2r by 2. 2r by 2 equal to r എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഈ ഒരു ചോദ്യം നോക്കാം. A monoatomic gas at a pressure P. ഒരു മോണോറ്റോമിക് ഗ്യാസിന്റെ പ്രഷർ P ആണ്, അതിന്റെ വോള്യം V ആണ്. എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്തിട്ട് വോള്യം 2V ആയി. ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്തിട്ട് വോള്യം 2V ആയി. അപ്പൊ അത് നമ്മളെ ആ ഒരു കേസിലെ പ്രഷർ എന്തായിരിക്കും? നമുക്കറിയാം PV ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണല്ലേ. ഐസോതെർമൽ എന്ന് വെച്ചാൽ PV ഈക്വൽ ടു കോൺസ്റ്റന്റ് ആ. അപ്പൊ വോള്യം ഡബിൾ ആയ പ്രഷർ എന്തായിരിക്കും? ഹാഫ് ആവും. വോള്യം ഡബിൾ ആയാൽ പ്രഷർ ഹാഫ് ആകും. P2 എന്ന് വെച്ചാൽ P/2 ആയിരിക്കും. ഇനി എന്ത് സംഭവിക്കുന്നു? ഈ P2 V2 അഡയാബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുന്നു എന്നാ പറയുന്നത്. P2 V2 എന്താ സംഭവിക്കുന്നത്? അഡയാബാറ്റിക്കലി എക്സ്പാൻഡ്സ് ടു P3 V3. P2 V2 അഡയാബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറി? P3 V3 ആയിട്ട് മാറി. അതിൽ V3 ഈക്വൽ ടു 16V എന്ന് തന്നിട്ടുണ്ട്. V3 ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? 16V എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ P3 ഈക്വൽ ടു എന്താന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ നമ്മുടെ അഡയാബാറ്റിക്കിന്റെ ഇക്വേഷൻ എന്താ? PV റേസ് ടു ഗാമ കോൺസ്റ്റന്റ് ആണ്. അഡയാബാറ്റിക്കിന്റെ ഇക്വേഷൻ PV റേസ് ടു ഗാമ കോൺസ്റ്റന്റ് ആണ്. സോ P2 V2 റേസ് ടു ഗാമ ഈക്വൽ ടു P3 V3 റേസ് ടു ഗാമ ആണ്. അപ്പൊ നമുക്ക് P3 ഈക്വൽ ടു എന്ത് എഴുതാം? P2 ഇൻറ്റു V2 by V3 ഹോൾ റേസ് ടു ഗാമ എന്ന് എഴുതാം. P2 ഈക്വൽ ടു P/2 എന്ന് കിട്ടി. V2 ഈക്വൽ ടു 2V എന്ന് കിട്ടി. V3 ഈക്വൽ ടു 16V എന്ന് കിട്ടി അല്ലേ? ഹോൾ റേസ് ടു ഗാമ. വാട്ട് ഈസ് ഗാമ മോണോറ്റോമിക്? 5/3. അപ്പൊ VV ക്യാൻസൽ ആകും. P/2 ഇൻറ്റു 2/16 1/8 ഹോൾ റേസ് ടു 5/3 എന്ന് കിട്ടും. എന്നുവെച്ചാൽ P/2 ഇൻറ്റു 1/8 എന്ന് വെച്ചാൽ 1/2 ക്യൂബ് അല്ലേ? ഹോൾ റേസ് ടു 5/3. ദാറ്റ് ഈസ് P/2 ഇൻറ്റു 3 ക്യാൻസൽ ആകും. 1/2 റേസ് ടു 5 അല്ലെങ്കിൽ P/2 റേസ് ടു 6 എന്ന് കിട്ടും. P/64 എന്ന് കിട്ടും. P/64 വരുന്നത് ഓപ്ഷൻ സി. P/64 വരുന്നത് എന്താ? ഓപ്ഷൻ സി. ഇതൊന്നും നിങ്ങൾ ശരിക്കും ഈ ചോദ്യത്തിന് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളത് ലോജിക്കായിട്ട് ചിന്തിച്ച് സുഖമായിട്ട് ഉത്തരം കിട്ടും. എക്സ്പാൻഷൻ നമ്മൾ P2 എന്ന് വെച്ചാൽ P/2 ആണ് ആണല്ലോ. P2 എന്ന് വെച്ചാൽ എന്താ? P/2 ആണ്. എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ പ്രഷർ കുറയല്ലേ ചെയ്യുന്നത്? വോള്യൂം കൂടാണ് അല്ലെങ്കിൽ പ്രഷർ കുറയുക ചെയ്യുന്നത്. സോ വെദർ ഇറ്റ് ഈസ് അഡയാബാറ്റിക് ഓർ ഐസോതെർമൽ എക്സ്പാൻഷൻ, P/2 എന്ന് പറയുന്നത് കുറഞ്ഞിട്ട് അതിനേക്കാളും കുറവാകും. ഫൈനൽ പ്രഷർ എന്ന് വെച്ചാൽ ലെസ് ദാൻ P/2 ആയിരിക്കും. ഇവിടെ ലെസ് ദാൻ P/2 വരുന്നത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ലെസ് ദാൻ P/2 വരുന്നത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ലോജിക്കായി ചിന്തിക്കുന്നവർക്ക് ഒഴിവാക്കിക്കൂടെ? സമയം ലാഭിക്കായിരുന്നു. ഓക്കെ, ഇപ്പൊ എന്തായാലും ഞാൻ ജനറൽ ആയിട്ട് ഈ ഒരു കേസ് അറിഞ്ഞിരിക്കണം, അതിനാണ് ഇത്രയും സ്റ്റെപ്പ് പറഞ്ഞ്. പക്ഷെ ഇങ്ങനെയും ആലോചിക്കാന്ന് കൂടി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ വേറൊരു ചോദ്യം വന്നിട്ടുണ്ട്. PV ഡയഗ്രം. ഈ PV ഡയഗ്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏരിയ അണ്ടർ PV ഗ്രാഫ്, ഏരിയ അണ്ടർ PV ഗ്രാഫ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വർക്ക് ഡൺ ആയിരിക്കും. ഏരിയ ഇൻസൈഡ് എ സൈക്കിൾ ആണെങ്കിലോ, സൈക്കിളിന്റെ അകത്താണ് ഏരിയ എങ്കിൽ നമ്മൾ അത് എന്തായിരിക്കും? നെറ്റ് വർക്ക് ആയിരിക്കും. ടോട്ടൽ വർക്ക് നെറ്റ് വർക്ക് ആയിരിക്കും. നമ്മളിപ്പോഴും ക്ലോക്ക് വൈസ് വർക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. ക്ലോക്ക് വൈസ് വർക്ക് എന്ന് വെച്ചാൽ പോസിറ്റീവും, ആന്റി ക്ലോക്ക് വൈസ് വർക്ക് നെഗറ്റീവ് ആയിരിക്കും. ക്ലോക്ക് വൈസ് വർക്ക് പോസിറ്റീവും ആന്റി ക്ലോക്ക് വൈസ് വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ക്ലോക്ക് വൈസ് വർക്ക് പോസിറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് വർക്ക് നെഗറ്റീവ്. അപ്പൊ ഈ ഒരു ഗ്രാഫ് വന്നിട്ട് ഇവിടെ വാട്ട് ഈസ് ദി ടോട്ടൽ വർക്ക് ഡൺ ബൈ ദി സൈക്കിൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ രണ്ട് സൈക്കിൾ നിങ്ങൾക്ക് കാണാം. ഒരെണ്ണം ഈ അപ്പർ സൈക്കിൾ, ഒരു അപ്പർ സൈക്കിളും കാണാം. അതേപോലെ നിങ്ങൾക്ക് എന്ത് കാണാം? നിങ്ങൾക്കൊരു ലോവർ സൈക്കിളും കണ്ടുകൂടെ അല്ലെ? അപ്പർ സൈക്കിളും കാണാം, ലോവർ സൈക്കിളും കാണാം. ബട്ട് ഒരെണ്ണം ക്ലോക്ക് വൈസ്, അപ്പർ സൈക്കിൾ എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസും, ലോവർ സൈക്കിൾ അപ്പർ സൈക്കിൾ എന്ന് വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്, ലോവർ സൈക്കിൾ ക്ലോക്ക് വൈസ് ആണ് അല്ലെ? അപ്പർ സൈക്കിള്
ആന്റി ക്ലോക്ക് വൈസും ലോവർ സൈക്കിൾ ക്ലോക്ക് വൈസും ആണ്. രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ മുകളിലുള്ള വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ താഴെയുള്ള വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടുത്തെ ടോട്ടൽ വർക്ക് അപ്പൊ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഈ സെയിം ഏരിയ അല്ലേ? സെയിം ഏരിയ ആണ്. ഒരെണ്ണം പോസിറ്റീവ് മറ്റേത് നെഗറ്റീവ് ആണ്. അപ്പൊ ടോട്ടൽ രണ്ടും കൂടി ആഡ് ചെയ്ത നെറ്റ് ഏരിയ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്തായിരിക്കും? 0 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ഇവിടെ നോക്കിയേ, വാട്ട് ഇസ് ദി നെറ്റ്വർക്ക് എന്നാ ചോദിക്കുന്നത്. അപ്പൊ നെറ്റ്വർക്ക് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സൈക്കിൾ, ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. വാട്ട് ഇസ് ട്രയാങ്കിളിന്റെ ഏരിയ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബി സി ചെയ്താൽ പോലെ. ഹാഫ് ഇൻറ്റു എ സി. വാട്ട് ഇസ് എ സി ഈക്വൽ ടു? ഇത് 7 അല്ലേ? 7 മൈനസ് 2 ഇൻറ്റു ഹൈറ്റ് എത്രയാ? ഹൈറ്റ് ഇത് 6 ആണ്, 2 ഉണ്ട്. ഹാഫ് ഇൻറ്റു 7 മൈനസ് 2 ഇൻറ്റു 6 മൈനസ് 2. ഹാഫ് ഇൻറ്റു 7 മൈനസ് 2 5 ആണ്. 6 മൈനസ് 2 4 ആണ്. ഇനി വേറൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. എക്സ് ആക്സിസിൽ ഒരു ഇൻറ്റു 10⁻³ ഉണ്ട് എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ ഒരു ഇൻറ്റു 10⁻5. അപ്പൊ അതും കൂടി കൺസിഡർ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് 5 ഇൻറ്റു 4 20/2. 10 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻5 എന്ന് കിട്ടും. 10 ഇൻറ്റു 100 എന്ന് കിട്ടും. 1000 ജൂൾ എന്ന് കിട്ടും. 1000 ജൂൾ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 1000 ജൂൾ എന്ന് കിട്ടും. പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ് പോസിറ്റീവ് എന്ന് പറയാൻ കാരണം? ക്ലോക്ക് വൈസിലെ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ ഓരോ ഓപ്ഷൻ ഉള്ളൂ. 1000. ഓപ്ഷൻ ഡി. അപ്പൊ ഈ പി വി ഡയഗ്രം ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം. ഇവിടെയും അതേപോലെ തന്നെ നോക്കിയേ. ഇവിടെ 2012 ചോദിച്ചിരിക്കുന്ന ചോദ്യത്തില് വർക്കല്ല ചോദിക്കുന്നത്, ഹീറ്റ് ആണ് ചോദിക്കുന്നത്. ഈ സൈക്ലിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സൈക്ലിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡെൽറ്റ യു 0 ആയിരിക്കും. ഇന്റേണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ലോ പ്രകാരം ഡെൽറ്റ ക്യൂ എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഡെൽറ്റ ഡബ്ല്യൂവിന് ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ ക്യൂ എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഡെൽറ്റ ഡബ്ല്യൂവിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇവിടെയും ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും? ഏരിയ എന്ന് വെച്ചാൽ സ്ക്വയർ അല്ലേ? അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. എ ബി ഇൻറ്റു ബി സി ചെയ്താൽ മതി. എ ബി എന്ന് വെച്ചാൽ 3v മൈനസ് വി. ബി സി എന്ന് വെച്ചാൽ 2p മൈനസ് പി. അപ്പൊ നിങ്ങൾക്ക് 2v ഇൻറ്റു പി എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2pv എന്ന് കിട്ടും. വർക്ക് അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2pv. ഓപ്ഷൻ ഓപ്ഷൻ എ എന്ന് കിട്ടും. അടുത്ത ചോദ്യം. ഇതെന്താ പറയുന്നത്? ഡ്യൂറിങ് ആൻ അഡയാബാറ്റിക് പ്രോസസ്, pressure of gas is found to proportional to cube of its temperature. Pressure proportional to T cube. Cp by Cv എന്ന് വെച്ചാൽ ഗാമ എന്താണെന്നാ ചോദ്യം. Cp by Cv എന്ന് വെച്ചാൽ എന്താ? ഗാമ. വാട്ട് ഇസ് ഗാമ? സോ നമുക്കറിയാം ഇവിടെ Pt⁻³ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതിക്കൂടെ? ഈ ഒരു ഇക്വേഷന് Pt⁻³ ഈക്വൽ ടു കോൺസ്റ്റന്റ്. And we know ഒരു അഡയാബാറ്റിക്കിന്റെ ജനറൽ ഇക്വേഷൻ in terms of pressure and temperature. P⁻1 minus gamma T⁻gamma constant. അല്ലെങ്കിൽ P into T⁻gamma by 1 minus gamma constant എന്ന് എഴുതാം. Pt⁻gamma by 1 minus gamma constant എന്ന് എഴുതാം. P into T⁻gamma by 1 minus gamma. So കമ്പയർ ചെയ്യുമ്പോൾ ഗാമ ബൈ 1 മൈനസ് ഗാമ നിങ്ങൾക്ക് എന്ത് കിട്ടും? കമ്പയർ ചെയ്യുമ്പോൾ ഗാമ ബൈ 1 മൈനസ് ഗാമ -3 എന്ന് കിട്ടും. കിട്ടില്ലേ? ഗാമ ബൈ 1 മൈനസ് ഗാമ -3 എന്ന് കിട്ടും. ഓർ ഗാമ ഈക്വൽ ടു -3 ഇൻറ്റു 1 മൈനസ് ഗാമ. സോ -3 പ്ലസ് 3 ഗാമ എന്ന് കിട്ടും. കിട്ടില്ലേ? ഓർ 3 ഗാമ മൈനസ് ഗാമ ഈക്വൽ ടു 3 എന്ന് കിട്ടും. 2 ഗാമ 3 എന്ന് കിട്ടും. ഗാമ ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. ഗാമ ഈക്വൽ ടു എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിലും ഇതേപോലെ നോക്കിയേ, സൈക്കിൾ അല്ല, ഇത് 3 പ്രോസസ്സാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ? പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3.
ഓരോ പ്രോസസ്സിന്റെയും കറസ്പോണ്ടിങ് ഹീറ്റ് Q1 Q2 Q3 തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഇന്റേണൽ എനർജി ഡെൽറ്റ U1 ഡെൽറ്റ U2 ഡെൽറ്റ U3 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഓപ്ഷൻ സിയും ഡി അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്യും. ഓപ്ഷൻ സിയും ഡി നെഗ്ലക്ട് ചെയ്യും. കാരണം എന്താ, എല്ലാത്തിന്റെയും ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം അല്ലേ. മൂന്ന് പ്രോസസ്സിന്റെയും ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണെങ്കിൽ ഇന്റേണൽ എനർജി ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റേണൽ എനർജി എല്ലാവരുടെയും സെയിം ആയിരിക്കും. ഇന്റേണൽ എനർജി എല്ലാവരുടെയും എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ. ഇന്റേണൽ എനർജി എല്ലാവരുടെയും സെയിം ആയിരിക്കും. അപ്പൊ ഒന്നെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും. ബിക്കോസ് ഡെൽറ്റ U1 ഈക്വൽ ടു ഡെൽറ്റ U2 ഈക്വൽ ടു ഡെൽറ്റ U3 പറയാൻ കാരണം സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം. ഇനി ഏരിയ ഡെൽറ്റ ക്യൂന്റെ ഇക്വേഷൻ എന്താ, Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് W എന്ന് എഴുതാം. അപ്പൊ വർക്ക് എന്ന് വെച്ചാൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ വർക്ക് കൂടുതലാണെങ്കിൽ Q കൂടുതലായിരിക്കും. ഡെൽറ്റ U കോൺസ്റ്റന്റ് അല്ലേ, ഡെൽറ്റ U കോൺസ്റ്റന്റ് അല്ലേ. അപ്പോ വർക്ക് കൂടുതലാണെങ്കിൽ അവിടെ Qവും കൂടുതലായിരിക്കും. ക്ലിയർലി ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആർക്കാ കൂടുതൽ, ഏരിയ അണ്ടർ ദി ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടും 1 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പൊ W1 ഗ്രേറ്റർ ദാൻ W2 ഗ്രേറ്റർ ദാൻ W3 ആയിരിക്കും. വിച്ച് മീൻസ് Q1 ഗ്രേറ്റർ ദാൻ Q2 ഗ്രേറ്റർ ദാൻ Q3 ആയിരിക്കും. Q1 ഗ്രേറ്റർ ദാൻ Q2 ഗ്രേറ്റർ ദാൻ Q3 ആണ്. അപ്പൊ നമുക്ക് ഉത്തരം എന്ത് കിട്ടും, ഓപ്ഷൻ എ എന്ന് കിട്ടും. ഉത്തരം ഓപ്ഷൻ എ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? So we are moving to the last question of this part. And the final question. A mass of diatomic gamma equal to 1.4 തന്നിട്ടുണ്ട്. അതിന്റെ പ്രഷർ 2 atmosphere ആണ്. ഇനിഷ്യൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിലോട്ട് മാറ്റാൻ മറക്കരുത്, 300 കെൽവിൻ ആണ്. ഫൈനൽ ടെമ്പറേച്ചർ 927 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ 1200 കെൽവിൻ. ഇത്രയും തന്നിട്ടുണ്ട്. ചോദ്യം ഫൈനൽ പ്രഷർ എന്താണെന്നാ. ഫൈനൽ പ്രഷർ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, P⁻1 മൈനസ് ഗാമ T⁻ ഗാമ കോൺസ്റ്റന്റ് അല്ലേ, ഓർ PT⁻γ/1 മൈനസ് ഗാമ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നുവെച്ചാൽ അർത്ഥം എന്തായിരിക്കും, P2/P1 എന്ന് വെച്ചാൽ എന്ത് എഴുതാം, T1/T2 γ/1 മൈനസ് ഗാമ. തിരിച്ചു വരും അല്ലെ, T1/T2 γ/1 മൈനസ് ഗാമ. ഇനി T1 എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 300 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1200 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഗാമയ്ക്ക് 1.4 എന്ന് കൊടുക്കുക, ഇവിടെ 1 മൈനസ് 1.4 എന്ന് വരും. സോ യു വിൽ ഗെറ്റ് 300 1200 1/4 എന്ത് കിട്ടും, 1.4 മൈനസ് 0.4 എന്ന് വരും. 1.4 മൈനസ് 0.4 that is 1/4 7/-2 എന്ന് കിട്ടും. 1/4 7/-2 which is same as 4/7/2 എന്ന് എഴുതാം. 7/-2 എന്ന് വെച്ചാൽ അർത്ഥം എന്താ, 4/7/2 ആണ്. that is 2/2 7/2 എന്ന് എഴുതാം. 2 ക്യാൻസൽ ആവും, 2/7 എന്ന് കിട്ടും. 2/7 എന്ന് വെച്ചാൽ എത്രയാ, 128 ഇല്ല. 2/7 എന്ന് വെച്ചാൽ 128 ആണ്. സോ നമുക്ക് P2/P1 ഈക്വൽ ടു 128 എന്ന് കിട്ടി. അപ്പൊ P2 ഈക്വൽ ടു 128 P1 എന്ന് കിട്ടും. 128 into 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 256 അറ്റ്മോസ്ഫിയർ എന്ന് കിട്ടും. 256 256 അറ്റ്മോസ്ഫിയർ. തെറ്റുണ്ടോ എന്ന് നിങ്ങളോട് ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ഓപ്ഷൻ ഡി എന്ന് കിട്ടി. ഓപ്ഷൻ ഡി എന്ന് കിട്ടി. സോ നമ്മുടെ ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തെർമോഡൈനാമിക്സിന് ഒരു പാർട്ട് കൂടി വരുന്നുണ്ട്. നമ്മൾ അവിടെ സെക്കൻഡ് ലോ ഒക്കെ പഠിക്കും. കാർനോട്ട് എഞ്ചിനും റെഫ്രിജറേറ്ററെ കുറിച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യും. സോ അതുവരെ ബൈ, സി യു, ടേക്ക് കെയർ, നാളെ കാണാം.